നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയെ ബഹു എന്ന് അഭിസംബോധന ചെയ്തില്ലെങ്കിൽ പോലീസ് പിടിക്കും. പോലീസിന്റെ ഒരടിക്ക് ചാകുന്ന അവസ്ഥ. മുഖ്യമന്ത്രി പിണറായി വിജയനെ പൊതുവേദിയിൽ ചുരുട്ടിക്കൂട്ടി. ബഹുമാനമില്ലെങ്കിലും താൻ മന്ത്രിയെ ബഹു എന്ന് വിളിക്കുന്നുവെന്നും പരിഹാസം. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ബഹുമാനപ്പെട്ട ചേർത്ത് അഭിസംബോധന ചെയ്യണമെന്ന സർക്കാർ ഉത്തരവിനിട്ടാണ് പൊട്ടിച്ചിരിക്കുന്നത്. കൂടാതെ പോലീസിന്റെ നരനായാട്ടിനെയും ചോദ്യം ചെയ്ത് എഴുത്തുകാരൻ ടി പത്മനാഭൻ പിണറായിയെ നേരിട്ട് രൂക്ഷ ഭാഷയിൽ വിമർശിക്കുകയായിരുന്നു അദ്ദേഹം. എഴുത്തുകാരുടെ കൂട്ടത്തിലെ ഒരാളെങ്കിലും സർക്കാരിന്റെ പുതിയ ഉത്തരവിനെ ചോദ്യം ചെയ്തല്ലോ, നല്ല കാര്യം. മനുഷ്യൻ അടിമയല്ല ഉടമയെന്നൊക്കെ ഗീർവാണമടിക്കുന്ന ചില ഇടത് സാംസ്കാരിക നായകരുണ്ടായിരുന്നു. അവരെ ആരെയും ബഹു വേണമെന്ന സർക്കാർ തിട്ടൂരത്തെ എതിർത്ത് കണ്ടില്ല. ഉത്തരവിട്ടത് പിണറായി ആയതുകൊണ്ട് നാവ് താഴ്ന്നു പോയതാണ് ചില പ്രത്യേക സാംസ്കാരിക നായകർക്ക്. ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്ത് വല്ലതുമായിരുന്നു ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയതെങ്കിൽ ഇടത് സാംസ്കാരിക നായകർ സടകുടഞ്ഞെഴുന്നേറ്റേനെ. പിന്നെ ഉമ്മൻചാണ്ടിയെ കീറിമുറിച്ച് തിന്നേനെ. പക്ഷെ ഇവിടെ പിണറായി ആയതുകൊണ്ട് ഇടത് സാംസ്കാരിക നായകർക്ക് വായിൽ പഴം തിരികെ വെച്ചിരിക്കുകയാണ്. എന്തായാലും പത്മനാഭനെങ്കിലും എതിർപ്പറിയിച്ചല്ലോ. ബാക്കി എല്ലാവരും വടക്കോട്ട് നോക്കി മാത്രം കുരയ്ക്കുന്ന ടീംസാണ്. ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞേ പറ്റുവെന്നും ഇല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരുമെന്നും പത്മനാഭൻ പരിഹസിച്ചു. ജയിലിൽ പോയാൽ പോലീസുകാരുടെ ഒറ്റയടിക്ക് ചത്തുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ ബഹുമാനമൊന്നുമില്ല, നിയമം അനുശാസിക്കുന്നത് കൊണ്ട് മാത്രം ബഹുമാനപ്പെട്ട എന്ന് പറയുന്നു, പത്മനാഭൻ പറഞ്ഞു. എലപ്പുള്ളിയിലെ ബ്രൂവറി സ്ഥാപിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് എക്സൈസ് മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നതിനിടെയായിരുന്നു ടി പത്മനാഭന്റെ പരിഹാസം. എലപ്പുള്ളിയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ബ്രൂവറി പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മറ്റ് സംസ്ഥാനങ്ങൾ കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഒരു കമ്പനിക്കാണ് ബ്രൂവറി നടത്താൻ സർക്കാർ അനുമതി നൽകിയത്. ബ്രൂവറി സ്ഥാപിച്ചാൽ മറ്റാവശ്യങ്ങൾക്കായി വെള്ളം കിട്ടാതെ വരും. മറ്റേ കുടിക്ക് വെള്ളം കിട്ടുമെങ്കിലും മനുഷ്യന് കുടിക്കാൻ വെള്ളം കിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വലിയ വിമർശനമായിരുന്നു അദ്ദേഹം സർക്കാരിന് നേരെ ഉയർത്തിയത്. മാത്രമല്ല, ആഭ്യന്തര മന്ത്രിക്കിട്ട് കൊട്ടുകയും ചെയ്തു. കാരണം ഇപ്പോൾ വാർത്തകളിലൊക്കെ നിറയുന്നത് പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തെക്കുറിച്ചും മൂന്നാം മുറയെക്കുറിച്ചുമുള്ള വാർത്തകളൊക്കെയാണല്ലോ. അതിനെയും അദ്ദേഹം വിമർശിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. സർക്കാർ ഇറക്കിയ ഇനി ബഹുമാനപ്പെട്ട എന്ന് അഭിസംബോധന ചെയ്യണം എന്നുള്ള ഉത്തരവ് വലിയ രീതിയിൽ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കുമൊക്കെ വഴിവെച്ചിരുന്നു. സംസ്ഥാനത്ത് സർക്കാർ ഓഫീസുകളിൽ പരാതികൾക്കും അപേക്ഷകൾക്കും മറുപടി നൽകുമ്പോൾ മന്ത്രിമാരെ ഇനി ബഹു എന്ന് അഭിസംബോധന ചെയ്യണം. പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പാണ് ഇത് സംബന്ധിച്ച് പുതിയ സർക്കുലർ പുറത്തിറക്കിയത്. ഭരണഘടനാ പദവികളിലെ അഭിസംബോധനകളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന കാലത്താണ് കേരള സർക്കാരിന്റെ ഈ നീക്കം. സർക്കാർ സേവനങ്ങളിൽ പരാതി നൽകുന്ന സാധാരണക്കാർക്ക് പോലും ഇനി ബഹുമാനാർത്ഥം മന്ത്രിമാരുടെ പേരിന് മുൻപ് ബഹു എന്ന് ചേർക്കണം. മന്ത്രിമാർക്ക് ലഭിക്കുന്ന പരാതികൾക്കും അപേക്ഷകൾക്കും മറുപടി നൽകുമ്പോൾ പോലും ഈ നിർദ്ദേശം പാലിക്കണമെന്ന് ഓഗസ്റ്റ് 30 പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. അണ്ടർ സെക്രട്ടറിയാണ് സർക്കുലറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. എല്ലാ സർക്കാർ വകുപ്പുകൾക്കും ജില്ലാ കളക്ടർമാർക്കും ഓഫീസ് മേധാവികൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 18 വിരുദ്ധമോ സൈനിക അക്കാദമിക് പദവികൾ ഒഴികെയുള്ള എല്ലാ സ്ഥാനപ്പേരുകളും നിരോധിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 18 വിരുദ്ധമാണ് ഈ നീക്കമെന്നാണ് വിമർശനം. നേതാക്കൾ ബഹുമാനം നേടേണ്ടത് അവരുടെ സേവനത്തിലൂടെയാണെന്ന് ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തിരുന്നു. എന്നാൽ പരാതികളിൽ പോലും ബഹുമാനം നിർബന്ധമാക്കുന്നതിലൂടെ സർക്കാർ ഒരുതരം പിന്തിരിപ്പൻ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്നത് ഇതിന് വിപരീതമാണ്. രാജ്യത്തെ പല ഹൈക്കോടതികളും യുവർ ലോർഡ്ഷിപ്പ് പോലുള്ള കൊളോണിയൽ കാലഘട്ടത്തിലെ ബഹുമതികൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. മദ്രാസ് ഹൈക്കോടതി ജഡ്ജി കെ ചന്ദ്രു 2009 തന്നെ ഈ പ്രയോഗം ഒഴിവാക്കിയിരുന്നു. 2016 ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയും സർ എന്ന അഭിസംബോധന മതിയെന്ന് തീരുമാനിച്ചു. എന്നാൽ കേരളം ഈ മാറ്റങ്ങൾക്ക് വിപരീത ദിശയിൽ സഞ്ചരിക്കുന്നതായി മുതിർന്ന ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടത്. ഇത് പരിഷ്കരണത്തിന് വിപരീതമായ നീക്കമാണെന്നും പരാതികൾ പരിഹരിക്കുന്നതിന് പകരം മന്ത്രിമാരുടെ പദവിക്ക് പ്രാധാന്യം നൽകുന്നതാണെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. വീണ്ടും കേരളത്തെ അങ്ങ് പിറകിലേക്ക് കൊണ്ടുപോകുകയാണോ പിണറായി സർക്കാർ എന്ന ചോദ്യം ഉയരുന്നു. നവോത്ഥാനം കാലത്തിനു മുൻപേ സഞ്ചരിക്കൽ എന്നൊക്കെയാണ് ഈ സർക്കാർ പലയിടത്തും പറയാറുള്ളത്. എന്നിട്ടാണോ ഇനിയിപ്പോൾ പരാതികളിൽ പോലും ബഹു ചേർക്കണം എന്ന് സർക്കാർ തന്നെ ഒരു ഉത്തരവിട്ടിരിക്കുന്നത്? പിണറായിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഉറക്കമുണർന്നപ്പോൾ ഒരു തോന്നലുണ്ടായി, എന്നെ മലയാളികൾ അങ്ങോട്ട് ബഹുമാനിക്കുന്നില്ലെന്ന്.
എന്നാൽ നിന്നെയൊക്കെ കൊണ്ടങ്ങ് ബഹുമാനിപ്പിച്ചേക്കാം എന്ന് തിട്ടൂരം ഇട്ടുകൊണ്ടാണ് പിണറായി പുതിയ സർക്കുലർ ഇറക്കിപ്പിച്ചത്. അതായത് ബഹു ചേർത്തിരിക്കണം. ഇതൊരുമാതിരി ഊച്ചാളിത്തരമാണ്. കിട്ടിയില്ലെങ്കിൽ ഞാൻ ചോദിച്ചു മേടിക്കും എന്നുള്ള ഒരു ധാർഷ്ട്യം. അല്ലെങ്കിൽ തന്നെ പിണറായിക്ക് ധാർഷ്ട്യത്തിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. എന്തിനും ഏതിനും ധാർഷ്ട്യമാണല്ലോ മുന്നിൽ നിൽക്കുന്നത്. ഈ പണ്ടത്തെ അടിമ ഉടമ സമ്പ്രദായം വീണ്ടും തിരികെ കൊണ്ടുവരാനുള്ള ഒരു നീക്കമായിരിക്കും പിണറായി നടത്തുന്നത്. എന്തായാലും പിണറായി വിജയന്റെ ഈ നീക്കത്തെ വലിയ രീതിയിലാണ് ട്രോളിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ടി പത്മനാഭനും രംഗത്തേക്ക് വന്ന് വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.